കേരളത്തെ തഴഞ്ഞ മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിവേഗ റെയിൽപാതയോ എയിംസോ പ്രഖ്യാപിക്കാതെയുള്ള ബജറ്റ് കേരളത്തിന് കടുത്ത നിരാശയായി. 7 അതിവേഗ റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചതിൽ കേരളം ഇടം നേടിയില്ല. വിഴിഞ്ഞം തുറമുഖ വികസനത്തിനും പ്രഖ്യാപനമില്ല. അതിവേഗ റെയിൽപാത പദ്ധതി പ്രതീക്ഷിച്ച കേരളത്തിന് കടലാമ പരിപാലനത്തിനുള്ള പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka and Kerala. And 3 bird watching trails along the Pulicat Lake in Andhra Pradesh, Tamil Nadu. It's on the border. A scheme for rare earth permanent magnets was launched in 2025 November. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. സംസ്ഥാനത്തെ ഉൾപ്പെടുത്തി ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതാണ് ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിനുള്ള ചെറുനേട്ടം. നാളികേര വികസനത്തിനും കൊക്കോ കശുവണ്ടി മേഖലയ്ക്കും പ്രഖ്യാപിച്ച പദ്ധതികൾ കേരളത്തിന് ആശ്വാസമാകും. India is the world's largest producer of coconuts. About 30 million people, including nearly 10 million farmers, depend on coconuts for their livelihood. I propose a coconut promotion scheme to increase production and enhance productivity through various interventions, including replacing and non-productive trees with new saplings or plants or varieties in major coconut growing states and create new employment opportunities. We will support high value crops such as coconut, sandalwood, cocoa, cashew in the coastal areas, agar trees in northeast and nuts such as almonds, walnuts and pine nuts in our hilly regions. These all of them will be supported. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് ആഫ്റ്റർനൂൺ. കുന്നോളം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, കേരളത്തിന് പാടെ അവഗണിച്ചു എന്ന് പറയാം. എന്തായാലും സംസ്ഥാനത്തെ ജനങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും കടലാമകളെ മനസ്സിലാക്കി മന്ത്രി, അല്ലേ? ഗുഡ് ഈവനിംഗ് ഭവ്യ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ BJP പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ച ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇത്തവണ ബജറ്റിൽ ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷ ഇത്തവണ ബജറ്റിലെ എന്നുള്ളത് അതിവേഗ റെയിൽപാത. അത് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി കേരളം നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. അതിനായുള്ള പദ്ധതി രേഖ അടക്കമുള്ളവ സമർപ്പിച്ചതാണ്. എന്നാൽ ഇത്തവണ 7 അതിവേഗ റെയിൽപാതകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു രാജ്യത്ത്. അതിൽ ഒന്നുപോലും കേരളത്തിനില്ല എന്നുള്ളത് നിരാശയുയർത്തുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രഖ്യാപനം നടത്തിയ ഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ കേരള എന്ന മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ മുഴക്കിയിരുന്നുവെങ്കിലും കേരളത്തിൻ്റെ പേര് ഈ പദ്ധതികളുടെ പട്ടികയിൽ, ഈ 7 എണ്ണത്തിൻ്റെ പട്ടികയിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. ഒപ്പം മറ്റൊരു വിഷയമാണ് എയിംസ്. കാലങ്ങളായി കേരളം ഉന്നയിച്ച ആവശ്യം സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തി കേന്ദ്രത്തെ അറിയിച്ച ഒരു പദ്ധതിയാണ്. അതും കേരളത്തിന് ഇത്തവണ ലഭിച്ചില്ല എന്നുള്ളത് നിരാശാജനകമാണ്. എന്നാൽ തുടക്കത്തിൽ തന്നെ കേരളത്തിൻ്റെ പേര് പരാമർശിച്ചത് ധാതു ഇടനാഴിയുടെ പേരിലാണ്. ആ ഒരു പദ്ധതിയിൽ കേരളം ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പേരെടുത്ത് പ്രഖ്യാപിച്ച ഒരു പദ്ധതി സംസ്ഥാനത്തിന് ഈ ധാതു ഇടനാഴി തന്നെയാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. അതേസമയം വിഴിഞ്ഞം ചവറ റെയർ എർത്ത് കോറിഡോർ പദ്ധതി കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു ബജറ്റ് എന്നുള്ളത് ആഗോള സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. വികസിത് ഭാരത് 2047 ലക്ഷ്യം വെച്ചുള്ള ബജറ്റ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ആഗോള സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് രാജ്യത്തുള്ള നിലവിലെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സാമ്പത്തിക വിദഗ്ധർ. ഒപ്പം തന്നെ അതേസമയം യുവാക്കളെ ഈ ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പരിഗണന നൽകുന്ന ഒരു ബജറ്റ് എന്നാണ്. വലിയ തരത്തിൽ കേരളത്തിന് അടക്കം നിരാശയുണ്ടാക്കുന്ന ബജറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.